ഹായ്, ഷജീർ കളരിക്കൽ. ജിം വർക്കൗട്ടിൽ മാർഷൽ ആർട്സിൽ പ്രാക്ടീസ് ചെയ്യുന്നവർക്കൊക്കെ ധാരാളമായി കണ്ടുവരുന്നു ശാരീരികമായി പല പരിക്കുകളും. പ്രത്യേകിച്ച് ജിം വർക്കൗട്ടിൽ പോകുന്നവർ തുടർ വർക്കൗട്ടിൽ പ്രവേശിക്കുന്നതിൽ തടസ്സമാകുന്നത് അവർക്ക് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന പെയിൻ ആണ് എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ കാരണം എന്ത് എന്നുള്ളത് ഒരു ചെറിയ ചർച്ച മാത്രമാണ് നടത്തുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തുടർ വീഡിയോ നിങ്ങൾക്ക് ലഭ്യമാകുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജിം വർക്കൗട്ടിലും അതോടൊപ്പം തന്നെ മറ്റു കരാട്ടെ അല്ലെങ്കിൽ മറ്റു ആയോധന കലയിൽ പരിശീലിക്കുന്നവർക്കുണ്ടാകുന്ന ശാരീരികമായ പരിക്കുകൾ എന്ന് പറയാൻ പ്രധാനമായിട്ട് പല ജോയിൻറ്റ്സുകൾ ഉണ്ടാകുന്ന പെയിനാണ്. മറ്റൊന്ന് നീ, അതോടൊപ്പം തന്നെ ഹിപ്പ് പെയിൻ. അതാണ് കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നീ ഹിപ്പ് പെയിൻ സംഭവിക്കുന്നത് ആയോധന കലയിൽ പരിശീലിക്കുന്നവർക്ക് സംഭവിക്കുന്നത് എന്ത് എന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ കൃത്യമായി നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. അത് കിക്ക് അടക്കമുള്ള ഡെമോ കാണിച്ചുകൊണ്ട് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കാണാൻ മറ്റൊരു വീഡിയോയിലേക്ക് ഞാനത് കാണിക്കാം എന്ന് പറയുന്നത്. എന്നാൽ ജിം വർക്കൗട്ടിൽ പ്രവേശിക്കുന്നവർക്ക് പലപ്പോഴും കണ്ടുവരുന്നത് അവർക്ക് ഇത്തരത്തിലുള്ള പെയിനാണ്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നാം ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് ഏതിന് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി ധാരണയില്ലെങ്കിൽ അത് വിപരീത ഫലം ഉണ്ടാക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ റെസിസ്റ്റൻസി വർക്കൗട്ടിലാണ് നമ്മൾ ജിമ്മിൽ പോയാൽ പലപ്പോഴും പലരും പ്രവേശിക്കുന്നത്. റെസിസ്റ്റൻസി വർക്കൗട്ട്, വെയിറ്റ് ലിഫ്റ്റ്. അപ്പോൾ നമ്മൾ അത്തരം വർക്കൗട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ ബോഡി പ്രിപ്പറേഷൻ നടത്തേണ്ടതുണ്ട്. കൂൾ ഡൗൺ എക്സസൈസ് അടക്കം നമ്മൾ ചെയ്ത് നമ്മുടെ ബോഡി പ്രിപ്പറേഷൻ നടത്താതെ ഒരു കാരണവശാലും റെസിസ്റ്റൻസി വർക്കൗട്ടിൽ നമ്മൾ പ്രവേശിക്കാൻ പാടുള്ളതല്ല. ഇന്ന് ജിമ്മിൽ കണ്ടുവരുന്നത് സ്വന്തമായി നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന രീതിയാണ്. നമ്മൾ പ്രൊഫഷണൽ ആയിരിക്കില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ഒരു ട്രെയിനറെ നമ്മൾ നിർബന്ധമായിട്ട് സമീപിക്കേണ്ടതുണ്ട്. അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കുകയും പഠിക്കുകയും അതിന് സർട്ടിഫിക്കറ്റഡായ ഒരു ട്രെയിനറായിരിക്കും. അതുകൊണ്ട് ജിമ്മിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കൈകളിലുള്ള ഫോണിൽ നോക്കി യൂട്യൂബിൽ നോക്കി നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടുകൾ പലപ്പോഴും വിപരീത ഫലം ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുക. എന്നാൽ ഒരുപക്ഷെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും. എന്നാൽ കൂടുതൽ പേർക്കും അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വിപരീത ഫലം ഉണ്ടാക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ജിമ്മിൽ പ്രവേശിച്ചാൽ, ജിമ്മിൽ ആദ്യമായി നമ്മൾ ഒരു അഡ്മിഷൻ എടുത്ത് നമ്മൾ വർക്കൗട്ടിന് വേണ്ടി പ്രവേശിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ നിർബന്ധമായും കൊണ്ട് നമ്മൾ അവിടെ ഉള്ള ട്രെയിനറുടെ കീഴിൽ പരിശീലിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ റെസിസ്റ്റൻസി വർക്കൗട്ടിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു 3 മിനിറ്റ് സൈക്ലിംഗ് അടക്കമുള്ള കൂൾ ഡൗൺ എക്സസൈസിൽ നമ്മൾ പ്രവേശിക്കുക. ശേഷം ഡൈനാമിക് മൊബൈലിറ്റി ചെയ്യുക. ആ ഡൈനാമിക് മൊബൈലിറ്റിന് ശേഷം നമ്മൾ ട്രെഡ്മിൽ ഉപയോഗിക്കുക. ഒരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ വരുന്നിടത്ത് നമ്മൾ ഈ ട്രെഡ്മില്ല് നമ്മൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും ട്രെഡ്മില്ല് പറയുന്നവർ പലരും പറയാതെ എനിക്ക് ബാധകമല്ല, കാരണവെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അമിതവണ്ണമുള്ളവർക്ക് അവരുടെ ഭാരം കുറയ്ക്കാനുള്ള ഒരു എക്സസൈസോ വർക്കൗട്ടായിട്ടാണ് പലപ്പോഴും പലരും ട്രെഡ്മില്ലിനെ കാണുന്നത്. ട്രെഡ്മില്ല് നാം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട 2 റിസൾട്ടാണ്. അത് നിർബന്ധമായി എല്ലാ ബോഡിക്കും അത്യാവശ്യമാണ്. ഒന്ന് ലെഗ് സ്ട്രെങ്ത് ഉണ്ടാകുന്നു, മറ്റേത് ഹാർട്ടിന് സ്ട്രെങ്ത് ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ആ ട്രെഡ്മില്ലിൻ്റെ ഉപയോഗത്തിന് ശേഷം നമ്മൾ എന്താക്കേണ്ടതുണ്ട്, നമ്മൾ റെസിസ്റ്റൻസി വർക്കൗട്ടിലേക്ക് പ്രവേശിക്കേണ്ടത്. സാധാരണ രീതിയിൽ ജിമ്മിൽ കളിക്കാൻ വരുന്നവർ കണ്ടുവരുന്നത് ജിമ്മിൽ പ്രവേശിച്ചാൽ ഉടനെ നേരെ റെസിസ്റ്റൻസി വർക്കൗട്ടിൽ പ്രവേശിക്കുന്ന ആളുകളുണ്ട്. ചിലർ വന്നാൽ ഉടനെ തന്നെ ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യും. അങ്ങനെ ചില മസിൽസുകളൊക്കെ സ്ട്രെച്ച് ചെയ്തു ഒന്ന് വെറുതെ നമ്മളൊന്ന് ഹാൻഡൊക്കെ ഒന്ന് റൊട്ടേഷൻ ചെയ്ത് വീണ്ടും പോയിട്ട് നമ്മുടെ റെസിഡൻസി വർക്കൗട്ടിൽ പ്രവേശിക്കുന്ന രീതി നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് വളരെ അപകടമാണ്. നമ്മുടെ ബോഡി പ്രിപ്പറേഷൻ ആകാതെ നമ്മുടെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നത് വിപരീത ഫലമാണ് നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. സ്ട്രെച്ച് ചെയ്യേണ്ടതുണ്ട്. സ്ട്രെച്ച് നിർബന്ധമായിട്ട് നമ്മൾ അന്ന് ചെയ്യുന്ന ഏത് മസിലാണ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് ആ മസിലിനെ സ്ട്രെച്ച് ചെയ്ത് നമ്മൾ ജിമ്മിൽ നിന്നും പുറത്ത് പോകാൻ പാടുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ട്രെയിനറെ സമീപിച്ചാൽ ആ ട്രെയിനർ നമുക്ക് വർക്കൗട്ടുകൾ നിശ്ചയിച്ച് തരുമ്പോൾ അത് തൻ്റെ ബോഡിക്ക് എവിടെയാണ് അതിൽ ഗുണം ചെയ്യുന്നതെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് ഏതെങ്കിലും ഒരു മസിൽസിനാണ് നമ്മൾ കളിക്കുന്നതെങ്കിൽ ആ മസിൽസ് നമുക്ക് നാം ചെയ്യുന്ന വർക്കൗട്ട് എഫക്റ്റീവ് ആകുന്നുണ്ടോ എന്ന് സ്വയം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേ നമുക്ക് നാം ഉദ്ദേശിച്ച വർക്കൗട്ട് റിസൾട്ട് ഉണ്ടാക്കുക. മറ്റൊന്നുണ്ടാവുക നമുക്കതിൽ വിപരീത ഫലമാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ കൃത്യമായ ധാരണ നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടിൽ ഉണ്ടാകേണ്ടതുണ്ട്. പഠനം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതിൽ അറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് വിപരീത ഫലമാണ് ഉണ്ടാവുക. അതോടൊപ്പം തന്നെ അന്ന് നമ്മൾ നടത്തിയിട്ടുള്ള വർക്കൗട്ട് ഏത് മസിൽസിനാണോ ആ മസിൽസിനെ സ്ട്രെച്ച് ചെയ്ത് നമ്മൾ ജിമ്മിൽ നിന്ന് പുറത്തു പോകാൻ പാടുള്ളൂ. ശേഷം നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ജിമ്മിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത് ആ രീതിയിൽ നമ്മുടെ ബോഡി നോർമൽ ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മളറിയാം, നമ്മൾ ആ റെസിഡൻസി വർക്കൗട്ടിന് ശേഷം പലരും വേഗതയിൽ ജിമ്മിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് നമ്മൾ കാണാറുള്ളത്. എന്നാൽ ആ വർക്കൗട്ടിന് ശേഷം നമ്മുടെ ജിമ്മിൽ നടത്തിയ റെസിഡൻസി വർക്കൗട്ടിന് ശേഷം നമ്മൾ കൂൾ ഡൗൺ എക്സസൈസ് ചെയ്യുകയും
അതിനുശേഷം നമ്മൾ സ്ട്രെച്ച് നിർബന്ധപൂർവ്വം ചെയ്യേണ്ടതുണ്ട്. എന്നിട്ടേ നമ്മൾ നമ്മുടെ ജിമ്മിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോകാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം പിറ്റേ ദിവസത്തേക്ക് നമുക്ക് പറ്റുള്ള ശാരീരികമായിട്ടുള്ള പെയിൻ നമ്മളെ പിടികൂടും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. കൃത്യമായി വ്യക്തമായി നമ്മുടെ ധാരണയുടെ അടിസ്ഥാനത്തിൽ, പഠനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മുടെ ഏതൊരു വർക്കൗട്ടും ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.